ഹലോ ഗടികളെ, എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇന്നലെ രാത്രി 11:59, അതായത് 12 മണിക്കാണ് ആലപ്പുഴ ജിങ്കാന കാണുന്നത്. കാരണം ആ സമയത്തൊക്കെ സിനിമ കാണുമ്പോൾ എത്ര നല്ല സിനിമയായാലും കുറച്ച് ഉറക്കത്തിൻ്റെ ഒക്കെ ഇത് നമുക്ക് പിടിക്കും. പക്ഷെ ഇത് നമ്മൾക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായില്ല. ഉറക്കമൊന്നും അവിടെ ഒരു വിഷയമല്ല. എന്താ ചെയ്തു വച്ചിരിക്കുന്നത്, ഒരു രക്ഷയില്ല. ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞ ഡയറക്ടർ അസാധ്യമായിട്ടുണ്ട്. ഒരു കഥ ഒന്നും വേണ്ട ഒരു സിനിമ എടുക്കാൻ. കാരണം ഹോളിവുഡ് പടങ്ങളുണ്ട്, ഒരു ഉറുമ്പിൻ്റെ മേത്ത് ഒരു കെമിക്കൽ വീണാൽ മതി, പിന്നെ ഉറുമ്പ് വലുതാവുന്നു, പിന്നെ ഉറുമ്പ് കാണിച്ചു കൂട്ടുന്നതായിരിക്കും കഥ. അപ്പോൾ അത് അത്ര മതി. അതേമാതിരിയാണ് ഖാലിദ് റഹ്മാൻ ചെയ്തു വച്ചിരിക്കുന്ന ആലപ്പുഴ ജിങ്കാന. 5 പടമാണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അനുരാഗ കരിക്കുംവെള്ളം, ഉണ്ട, ലവ്, തല്ലുമാല, ആലപ്പുഴ ജിങ്കാന. ഈ ആലപ്പുഴ ജിങ്കാനയും തല്ലുമാലയാണ് കുറച്ച് സാമ്യം വരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥിരം സാന്നിധ്യമായ ലുക്മാന് ഒരു രക്ഷയില്ല. നായകനൊന്നും നസ്ലിനൊന്നും ചെയ്യാനില്ല ഈ പടത്തിൽ. മുൻപ് ചെയ്തു വെച്ചാൽ അതേ രീതിയിൽ അതേ പാറ്റേണിലാണ് നസ്ലിനെ അഭിനയിച്ചിട്ടുള്ളത്. പക്ഷേ ലുക്മാൻ്റെ ഈ ഒരു പെർഫോമൻസ് ഒരു രക്ഷയില്ല. ലുക്മാൻ അതേമാതിരി എടുത്തു പറയേണ്ട ആളാണ് ഗണപതി. അസാധ്യമായിട്ടാണ് ഗണപതി ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. അതേമാതിരി തന്നെ ഖാലിദ് റഹ്മാൻ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞു, ഇതിൻ്റെ കഥയൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞു, അത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ്. അപ്പോൾ വേണമെങ്കിൽ പറയാം, വല്ലവൻ്റെ പൈസ ഇട്ടിട്ടല്ല കളിക്കുന്നത്, അവനക്ക് എന്തോ ആവാം. പക്ഷെ അതല്ല, പ്രൊഡ്യൂസർമാരിൽ ഒരാളും അദ്ദേഹമാണ്. ഒരു കഥ ഇല്ല, കഥ ഉള്ള സംഗതി വന്നിട്ട് വെളിപ്പെടുത്തുന്നു. എന്നിട്ടും ഈ പടം ഇങ്ങനെ ആവണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ്. പിന്നെ നിഷാദ് യൂസഫ് എഡിറ്റർ, ഇന്ന് അദ്ദേഹം ഇല്ല. ഇപ്പം വരുന്ന 2-3 പടങ്ങൾ അദ്ദേഹം തന്നെയാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ബസൂക്ക വരെ എഡിറ്റർമാരിൽ ഒരാൾ അദ്ദേഹമാണ്. അദ്ദേഹം ശരിക്ക് മലയാള സിനിമയ്ക്ക് തന്നെ ഒരു നഷ്ടമാണ്. നിഷാദ് യൂസഫ് അമ്മാരി എഡിറ്റാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഈ പടത്തിന്. അതേപോലെ ജിംഷി ഖാലിദ് ക്യാമറ. എൻ്റെ പൊന്നെ, ഇത് വെറും സെക്കൻഡ് ഹാഫ് വെറും തല്ലുമാലമാരി, വെറും ഫൈറ്റാണ്, ബോക്സിംഗ് റിങ്ങാണ്. പക്ഷേ അതിൽ നമ്മൾക്ക് ഒറിജിനൽ ലൈവ് കാണുന്ന രീതിയിലാണ് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അദ്ദേഹം വിഷ്ണു വിജയ് അസാധ്യമായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അത് ഇടിയുടെ പഞ്ച് നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. ഈ പഞ്ച് കിട്ടണം എന്നുണ്ടെങ്കിലല്ല, നിങ്ങൾക്കും കിട്ടണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, ഒരു രക്ഷയില്ല. അസാധ്യമായിട്ടാണ് ഈ പടം ചെയ്തു വെച്ചിട്ടുള്ളത്. നല്ല സൂപ്പർ ആയിട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ വന്നിട്ട് എന്ത് രീതിയിലാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ അതിൽ എടുത്തു പറയേണ്ടത് അതിൽ അഭിനയിച്ചിരിക്കുന്ന പിള്ളേരാണ്. അതിൽ ചെറുത് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, ആളുടെ പേരറിയില്ല. ഇനി വരാൻ പോണ കാലഘട്ടത്തിൽ വരാൻ പോണ വിനായകനാണ്. മുൻപ് ഒരു അന്താരാഷ്ട്ര ബോക്സിംഗ് താരത്തെ പോലെ തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ മുടിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ. പണ്ട് വിനായകനെ കുറിച്ച് അമൽനീരത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അല്ല ജനിച്ചിരുന്നെങ്കിൽ വേറെ ലെവലിൽ എത്തപ്പെടേണ്ട ഒരു നടനായിരുന്നു വിനായകൻ. അതേമാതിരിയാണ് ചെറുതിനെ തോന്നിയിട്ടുള്ളത്. അതേമാതിരി വേറൊരു പയ്യനുണ്ട് അതിൽ അഭിനയിച്ചിട്ടുള്ളത്, അത് പേടിച്ചു പോയിരിക്കുന്നൊക്കെ. സാധ്യമായിട്ടാണ് ഇവരൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. സത്യം പറഞ്ഞാൽ നസ്ലിനെക്കാട്ടൊക്കെ ഗംഭീരമായിട്ട് ആ ചെറുതിൻ്റെ ഒക്കെ ഒരു പഞ്ച് വരുമ്പോൾ തിയേറ്ററിലുണ്ടല്ലോ, ഫാമിലി അടക്കം ഇത് കൈയടിക്കുന്ന ഒരു സംഭവം കാണുമ്പോഴാണ്. നസ്ലിനൊന്നും ആ കൈയടിയൊന്നും കിട്ടിയിട്ടില്ല, കാരണം നസ്ലിനൊന്നും ഒന്നുമല്ല. പിന്നെ ഖാലിദ് റഹ്മാൻ ചെയ്തു വെച്ചിരിക്കുന്ന മറ്റൊരു പരിപാടി ഉണ്ട്, നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടുവരുന്നത്. നായകൻ അടിച്ചിടുന്നു, നായകൻ അവിടെ നിന്ന് പിന്നെ എൻറ്റ് വരുന്നു, പിന്നെ ഇടിച്ചിടുന്നു. ആ രീതിയിൽ നിന്നൊക്കെ ഒരു പൊളിച്ചെഴുത്താണ് ഖാലിദ് റഹ്മാൻ ചെയ്തിട്ടുള്ളത്. അതിനൊരു ബിഗ് സല്യൂട്ട് ഖാലിദ് റഹ്മാന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ വിചാരിക്കും അവൻ ഇരിക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. അതൊന്നുമില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആ ഒരു പൊളിച്ചെഴുത്തിന്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. അപ്പോൾ നല്ല വിഷു ആയിട്ട് ഇന്ന് എല്ലാവരും നല്ല സദ്യയൊക്കെ കഴിച്ചിട്ട് ധൈര്യമായിട്ട് പോയിട്ട് ടിക്കറ്റ് എടുത്തോ, കൊടുത്ത പൈസ വസൂൽ ഗടികളെ. അപ്പം ബായ്.